കാരണം നമുക്ക് ഈ ഇങ്ങനെ ഒരു പ്രതി വെല്ലുവിളിച്ച് നമ്മൾ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു രീതി ഒരു ശരിയായിട്ടുള്ള ഒരു അന്വേഷണമല്ല സമൂഹത്തിക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും പിടിക്കാനായിട്ടുള്ള ഒരു സിൻസിയാരിറ്റി കാണിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട ലോ ആൻഡ് ഓർഡർ ADGP വിജയൻ സാറും അതുപോലെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫ് റവട ചന്ദ്രശേഖർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനം മുഴുവന് സെർച്ച് ഓപ്പറേഷൻസ് നടന്നത് പ്രതിയെ പിടിക്കാനായിട്ട്. എല്ലാ ജില്ലകളിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും, എല്ലാ ജില്ലാ SP-മാരും അതുപോലെ തന്നെ അവിടുത്തെ ഇൻസ്പെക്ടർസും അവിടുത്തെ സ്ക്വാഡ് അംഗങ്ങളും എല്ലാ പോലീസ് ജില്ലകളുടെ ഉദ്യോഗസ്ഥന്മാർ ഒട്ടാകെ കോർഡിനേറ്റ് ചെയ്തിട്ട് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുകയും ഇതെല്ലാം മേലിൽ നിന്ന് ഏകോപിച്ചത് ADGP ക്രമസമാധാനം വിജയൻ സാറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നലെ രാത്രി പ്രതിയെ 2-2:30 മണിയോടെ കൂടി നമുക്ക് പ്രതിയെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കമ്മീഷണറും അതുപോലെ കണ്ണൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ഈ ഉദ്യോഗസ്ഥർ കണ്ണൂർ ജില്ലാ പോലീസ് മുഴുവൻ ഇത്ര ദിവസം പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും അവരുടെ അനുഭവങ്ങൾ, കാരണം നമുക്ക് ഈ ഇങ്ങനെ ഒരു പ്രതി വെല്ലുവിളിച്ച് നമ്മൾ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു രീതി ഒരു ശരിയായിട്ടുള്ള ഒരു അന്വേഷണമല്ല സമൂഹത്തിക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും പിടിക്കാനായിട്ടുള്ള ഒരു സിൻസിയാരിറ്റി കാണിച്ചിട്ടുണ്ട്. അതിന് എല്ലാ ഉദ്യോഗസ്ഥരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് കുറച്ച് ഉദ്യോഗസ്ഥരുള്ളൂ, അല്ലാതെ ഈ എൻറ്റയർ കണ്ണൂർ പോലീസ് തന്നെ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിയെ വിവരങ്ങൾ എങ്ങനെ ശേഖരിച്ച് ഫീൽഡ് ലെവലിൽ അതേപോലെ തന്നെ സൈബർ വിവരങ്ങളെല്ലാം എങ്ങനെ ശേഖരിച്ച് എങ്ങനെ അവർ വെരിഫൈ ചെയ്ത് എങ്ങനെ പിടികൂടി അവരുടെ അനുഭവങ്ങൾ ഒന്ന് കേട്ടറിഞ്ഞപ്പോൾ നല്ല ഒരു ഗുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവരെ അഭിനന്ദിക്കാനാണ് ഇവിടെ പ്രത്യേകം എത്തിയത്. രാവിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ച് എൻറ്റയർ പോലീസ് ഫോഴ്സ് അഭിനന്ദിച്ചിട്ടുണ്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട ADGP വിജയൻ സാറും പ്രത്യേകം അഭിനന്ദിച്ച് എല്ലാ ഉദ്യോഗസ്ഥരും. അപ്പോൾ DIG-ന്റെ നിലയിൽ എനിക്കും ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അവരുടെ ഒരു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താനാണ് എത്തിയത്. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിയെ പിടിച്ച് ഇപ്പോൾ ഉച്ചയ്ക്കാണ് റിമാൻഡ് ചെയ്തത്. ആ പ്രതിയെ ഹാർബറിങ് ചെയ്യാൻ, അതായത് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ച് അതിക്ക് വേണ്ടി സപ്പോർട്ടുകൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ട്രാൻസ്പോർട്ടും പിന്നെ താമസിക്കാനും ഫുഡും എല്ലാം കൊടുത്ത കാര്യങ്ങൾ ആരൊക്കെയാണ് നമ്മളത് വിശദമായിട്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ച് തീർച്ചയായിട്ട് അങ്ങനെ ഹാർബറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഈ പറയുന്ന പ്രതിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കും. അല്ല, നമുക്ക് അദ്ദേഹം വെല്ലുവിളിച്ചത് കൊണ്ട് ഇപ്പോൾ നമുക്ക് കണ്ടല്ലേ, പിടിച്ചല്ലേ പോലീസ്. അപ്പോൾ അതൊരു കാര്യമല്ല. ഇപ്പോൾ ഓക്കെ, അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ നിയമവിരോധമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഈ പ്രതി മാത്രമല്ല പ്രതിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല, നമ്മൾ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനം മുഴുവൻ നമ്മൾ ഈ പറയുന്ന ആന്റി സോഷ്യൽസ് ADGP ലോ ആൻഡ് ഓർഡർ സാറിന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ സംസ്ഥാനം മുഴുവൻ നമ്മൾ ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പിലാക്കി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഗുണ്ടാസും റൌഡീസും നമ്മൾ പരിശോധിക്കുകയാണ്. പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണ്ടാസും റൌഡീസും ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ പെൻഡിംഗ് ഉള്ള കേസുകൾ ഉടൻ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജില്ല മുഴുവൻ. അതുപോലെ തന്നെ ഈ കാപ്പ കേസുകൾ പീരീഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെല്ലാം അവരുടെ ആക്ടിവിറ്റീസ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് തുടരുകയാണ്. ഈ പ്രതി പിടിച്ചതോടുകൂടി അവസാനിക്കില്ല, ഈ ഒരു ഓപ്പറേഷൻ ഗ്രിപ്പ് തുടർന്ന് മുന്നോട്ട് പോകും.